പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഈ കഴിഞ്ഞ LDF സർക്കാരിനെ വീഴ്ത്തി UDF സർക്കാർ അധികാരത്തിലെത്താനായിട്ട് ഒത്തിരി സഹായിച്ച ഒരു ഘടകമാണ് അയ്യപ്പൻ്റെ സ്വർണം കെട്ടതുമായിട്ടുള്ള കാര്യം. ആ പാട്ടൊക്കെ നമുക്കറിയാമല്ലോ, സ്വർണം കെട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ഇപ്പോഴത്തെ UDF സർക്കാർ അന്ന് പ്രതിഭാഗത്തിൻ്റെ വക്കീലായിട്ടിരിക്കുന്ന ആളിനെ ഇപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകനായിട്ട് നിയമിച്ചിരിക്കുക, അതും ദേവസ്വം ബോർഡിൽ തന്നെ. ഇവർക്ക് എന്താ പറയുന്നത്, ഇതൊക്കെ ഈ ആൾക്കാരെ കളിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇവർ പറയുന്നതും പ്രവൃത്തിയുമായിട്ടുള്ള വ്യത്യാസം. ഇവർ 20 ദിവസം കൊണ്ട് അത് ചെയ്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. 21-ാം ദിവസമോ 22-ാം ദിവസമോ പിന്നെയും ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പം കോൺഗ്രസ്സിലെ വല്ല മന്ത്രിമാരുടെ അളിയനോ അനന്തരവനോ വല്ലതും ഒക്കെ ആയിരിക്കും ഈ വക്കീൽ, പിന്നെ പ്രദീപ് കുമാറോ വല്ലതും. എന്താ വേണേലും ഇത് വളരെ മോശമായിപ്പോയി. ഇങ്ങനൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ എന്താ പറയുന്നത്, LDF സർക്കാർ 10 വർഷം ഭരിച്ചിട്ടാണെന്ന് അറിയെങ്കിൽ ഇവർ ചിലപ്പോൾ 1 വർഷം ഭരിക്കുമ്പോൾ തന്നെ നാറും. അങ്ങനെ നാറാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.